ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആയിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്നും നോർമലി രാവിലെ ലാബിൽ പോവുക, രാത്രി ആകുമ്പോൾ വരിക. ഇതൊരു റൂട്ടീനാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ സൺഡേ ആകുമ്പോഴുള്ളൂ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വേറെ പോകാൻ പറ്റാറുള്ളത്. ഇന്നും പക്ഷേ ലാബിൽ പോയിട്ടുണ്ട്, ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലിരുന്ന് പിന്നെ ഇപ്പോൾ എവിടെ പോകുന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചത്. കുറേ ആയി ഇപ്പം ഞാൻ പോയിട്ട്. അപ്പം ഞാനും സോനും പാച്ചും കൂടിയാണ് പോകുന്നത് കേട്ടോ. വെറുതെ സ്കൂട്ടി എടുത്തൊന്ന് പോയി വരാമെന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ ഇറങ്ങിയതാണ്. അവരോട് പറഞ്ഞിട്ടുമില്ല. അപ്പം ഞങ്ങൾ പോകുന്ന വഴി കണ്ടോ, ഇത് നിലമ്പൂരാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ് ഈ വഴി പോകുമ്പോൾ കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ഒരു തണുപ്പുള്ള സമയമാണെന്ന് തോന്നുന്നു. നല്ല തണുപ്പായി ഞങ്ങൾ പോകുന്ന സമയത്ത്. അതേപോലെ തിരിച്ച് വന്നപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അധികമായിട്ടൊന്നും എടുത്തിട്ടില്ല. മെയിനായിട്ട് എൻ്റെ സിസ്റ്റേഴ്സിനൊന്നും ഇങ്ങനെ വീഡിയോയിൽ വരുന്നൊന്നും അധികം താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മളങ്ങനെ നിർബന്ധിച്ച് കാണിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ചെറിയ ചെറിയ ഓരോ ക്ലിപ്പിങ്സ് ഉള്ളൂ കേട്ടോ. കണ്ടോ, ഫോണ് കണ്ടതും ഡോറടിച്ചു. പിന്നെ എന്താ ചെയ്യുക, ആർക്കും വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ എന്തായാലും വീഡിയോ എടുക്കും. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാര്യമായിട്ട് നോക്കുന്നത് കിച്ചണിൽ എന്താ ഉള്ളതെന്നാണ്. പക്ഷേ എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് വലിയ ആഗ്രഹം ഇല്ലെങ്കിലും എന്തൊക്കെയുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ എണ്ണക്കടികളാണ് കണ്ടത്. പഴംപൊരിയും പരിപ്പുവടയും ഉള്ളിവടയും എല്ലാം ഒന്ന് ടേസ്റ്റ് വെക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല, എണ്ണ മാക്സിമം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മൺചട്ടിയിൽ വെച്ച് ചിക്കൻ കറി അടിപൊളിയാണ്. പിന്നെ കുക്കറിൽ വെച്ച് നെയ്ച്ചോറും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷേ ഞാൻ കഴിക്കില്ല, നമ്മളിത് കണ്ടാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും സോനും പാച്ചും കൂടെ ഉണ്ടായതുകൊണ്ട് അവർക്ക് കുറച്ച് ഫുഡൊക്കെ വിളമ്പി കൊടുത്തു കഴിക്കാൻ. വെറുതെ ഒന്ന് വന്നതാണ്. ഇനി പോകുമ്പം എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ചെറിയൊരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പിന്നെ റിട്ടേൺ അടിച്ചത് കേട്ടോ. സത്യം പറഞ്ഞ് ഇവിടെ വന്ന് അവരൊന്ന് ഫുഡ് കഴിച്ച് തിരിച്ചു പോയി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നാലും നെയ്ച്ചോറും ചിക്കൻ കറി അടിപൊളിയായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കി. നന്നായിട്ട് കഴിക്കാൻ പറ്റൂലെങ്കിലും ടേസ്റ്റ് നോക്കണതിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അപ്പോൾ സോനുവിന് നമുക്ക് എന്തായാലും വിളമ്പി കൊടുക്കാം. അങ്ങനെ പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഡ്രസ്സ് നോക്കണമെന്ന്. അപ്പോൾ ഞാൻ സിസ്റ്ററേയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരും കൂടെ വന്നു. എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സ് നോക്കിയിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. നമ്മുടെ വെളിയന്തോടുള്ള ഡ്രസ് വേൾഡിലാണ് വന്നത് കേട്ടോ. ആക്ച്വലി ഈ കട കുറേ മുന്നേ ഇങ്ങനെ ഈ തിരുപ്പൂർ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഉള്ള ഒരു കടയായിരുന്നു. 10 രൂപൻ്റെ മൊത്തം 30 രൂപൻ്റെ ഫുള്ള് ഡ്രസ്സുകൾ അങ്ങനെയൊക്കെയുള്ള ഒരു കടയായിരുന്നു. പിന്നെ അത് മാറിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഡ്രസ് വേൾഡ് എന്നുള്ള ഇതിൽ മാറ്റിയത്. പക്ഷെ ഇപ്പം ഒരുപാട് ഡ്രസ്സുകളുണ്ട്. പിന്നെ അങ്ങനെ റേറ്റ് കുറവായിട്ടുള്ളതും ഉണ്ട്, എന്നാൽ കൂടുതലുള്ളതും ഉണ്ട്. പക്ഷെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗി ഉള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി. പിന്നെ ഇങ്ങനെ കോഡ് സെറ്റുകൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു. അപ്പം കുറേ ഡ്രസ്സുകൾ ഞങ്ങളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
കുറേ ചുരിദാറൊക്കെ നോക്കി അവസാനം നമുക്കുള്ളത് കിട്ടിയിട്ടോ. ഞാൻ ആ ഫംഗ്ഷൻ ഇടുമ്പോൾ കാണിക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ രാത്രി കുറച്ച് സമയം വൈകി, പിന്നെ സോനും കൂടെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ പോവാം എന്ന് വിചാരിച്ചു. അവർ വീണ്ടും അവിടെ വെറുതെ നോക്കുന്നുണ്ട് കേട്ടോ, എടുക്കാനൊന്നുമല്ല, എന്നാലും അങ്ങനെ നോക്കും. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങും ചെറിയൊരു യാത്രയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.